യുദ്ധഭൂമിയിലെ വീരന്മാരെ ആദരിക്കാൻ നമ്മുടെ രാജ്യം ഏർപ്പെടുത്തിയ പരമോന്നത സൈനിക ബഹുമതിയാണ് വീരചക്ര. 1947 മുതൽ 99 വരെയാണ് ഇത് നൽകിയിട്ടുള്ളത്. ചുരുക്കം ചില മലയാളികൾക്കാണ് ഇന്നേ വരെ ഇത് ലഭിച്ചത്. എന്നാൽ ഇവരിൽ ഒരാളെയും നമ്മുടെ മലയാളി സമൂഹത്തിന് പരിചയമേ ഇല്ല. എന്തുകൊണ്ടാണ് ഇവരുടെ നേട്ടങ്ങൾ രേഖപ്പെടുത്താതെ പോയത്? നമ്മൾ മലയാളികൾ എന്നാണ് നമ്മുടെ വീരസൈനികരെ വേണ്ട വിധം മനസ്സിലാക്കുക? ഒരു കാലത്ത് ഇന്നത്തെ ഗൾഫ് പോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെയധികം യുവാക്കൾ പോയിരുന്ന ഒരു മേഖലയായിരുന്നു സൈനിക സേവനം. അവരെന്താണ് ചെയ്തിരുന്നത് എന്ന് ഒരു ആവറേജ് മലയാളിക്ക് ഇന്ന് അതിനുള്ള അറിവില്ല. ഈ യുദ്ധങ്ങളിലെല്ലാം മലയാളികൾ പങ്കെടുത്തിരുന്നു. അവരിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ വളരെ വീരോചിതമായ സേവനങ്ങൾ ചെയ്തിരുന്നു. അതിൽ ചിലർക്കെങ്കിലും വീരചക്രം, ശൗര്യചക്രം അങ്ങനെയൊക്കെയുള്ള ഗാലൻട്രി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അവരെക്കുറിച്ചും നമ്മൾക്ക് വളരെ വളരെ കുറച്ച് അറിവേ ഉള്ളൂ. നമസ്കാരം. പട്ടാള കഥയുടെ ഈ ലക്കത്തിൽ ഒരു ധീരയോദ്ധാവിന്റെ ജീവിതമാണ്. രാജ്യം വീരചക്ര നൽകി ആദരിച്ച സുബേദാർ മേജർ ആൻഡ് ഓണററി ക്യാപ്റ്റൻ സനൽകുമാരൻ പിള്ള. ഇപ്പോഴില്ലാത്ത അദ്ദേഹത്തെ ഓർമ്മകളിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് പട്ടാള കഥ. ജനുവരി 11 ഈ ദിവസമാണ് ആലപ്പുഴയിലെ കൈനകരി ഗ്രാമത്തിൽ സനൽകുമാരൻ പിള്ളയുടെ ജനനം. 1945 ജനുവരി 11 തന്റെ 18ാം വയസ്സിൽ അദ്ദേഹം പ്രശസ്തമായ മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായി. അത് കഴിഞ്ഞ് വെറും 3 വർഷങ്ങൾ രാജ്യം അദ്ദേഹത്തെ വീരചക്ര നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെയുള്ള കലുഷിതമായ കാലമായിരുന്നു അത്. കശ്മീരിലെ തന്ത്രപ്രധാനമായ പീർ പഞ്ചാൽ മലനിരകൾ പാക് സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതോടെയാണ് അന്ന് 21 വയസ്സുണ്ടായിരുന്ന ആ സിപ്പായിക്ക് പരമോന്നത സൈനിക ബഹുമതി ലഭിക്കുന്നത്. വീരശൗര പരാക്രമങ്ങളുടെ പേരിൽ രാജ്യം ആദരിച്ച ആദ്യത്തെ 2 മലയാളി സൈനികരിൽ ഒരാളുടെ വീടാണിത്. സുബേദാർ മേജർ ആൻഡ് ഓണററി ക്യാപ്റ്റൻ സനൽകുമാരൻ പിള്ളയുടെ വീട്. അച്ഛൻ്റെ ഫാദർ റോയൽ എയർഫോഴ്സിലായിരുന്നു. പുള്ളിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് പട്ടാളത്തിലോട്ട്. പുള്ളി പഠിത്തം കഴിഞ്ഞ് ആലപ്പുഴയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ പോയിട്ടില്ല. ആ സമയത്ത് എന്തോ ഒരു സാധനം വീട്ടിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട് പോയി. മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു ലൈൻ കാണുന്നു. ആ ലൈനിൽ കുറേ ചെറുപ്പക്കാർ നിൽക്കുക. അപ്പം അച്ഛൻ അന്വേഷിച്ചു ഇതെന്താ സംഭവം. പറഞ്ഞാൽ പട്ടാളത്തിലേക്ക് ആളിനെ എടുക്കുക. പുള്ളി മിണ്ടാതെ ആ ലൈനിലോട്ട് അങ്ങ് ചേർന്ന് നിന്ന് അവിടുന്ന് റിക്രൂട്ട്മെൻറ്റായി വീട്ടിൽ പറയാതെ അങ്ങ് സ്ഥലം വിട്ടു. അങ്ങനെയാണ് പട്ടാളത്തിലോട്ട് ചേരുന്നത്. ഇതാ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ ചേർന്നതെന്നുള്ള സ്റ്റോറി. വീരേതിഹാസങ്ങളുടെ സ്വന്തം ഭൂമികയാണ് മദ്രാസ് റെജിമെന്റ്. ബ്രിട്ടീഷ് കാലത്തോളം നീളുന്ന ചരിത്രമാണത്. ടിപ്പു സുൽത്താൻ മുതൽ ലോകയുദ്ധങ്ങൾ വരെ നീളുന്ന അനേകം അധ്യായങ്ങളുണ്ട് ആ ചരിത്രത്തിന്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഇൻഫൻട്രി റെജിമെൻ്റ് ആണ് മദ്രാസ് റെജിമെൻറ്റ്. എന്നിട്ട് ഇവിടെ നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഇപ്പം തെലുങ്കാന, കർണാടക, ഈ 5 സ്റ്റേറ്റിൽ നിന്നാണ് മദ്രാസ് റെജിമെൻറ്റിലോട്ട് ആൾക്കാർ റിക്രൂട്ടായിട്ട് പോകുന്നത്.
അപ്പോൾ ഈ ഫോർ മദ്രാസ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഈ ബറ്റാലിയനിൽ. ഇപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ എസ്റ്റാബ്ലിഷ് ആയപ്പോഴത്തേക്കും അവർ ബേസിക്കലി ഫുട് ഹോൾഡ് കിട്ടുമ്പോൾ അന്നത്തേക്ക് മുഗൾസിൻ്റെ റൂളാണ്. ഒരു പയ്യെ മുഗൾസിനെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടി. ചിലയിടത്ത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റ്, കൊച്ചി മഹാരാജാവ്, മലബാറിൽ മഹാരാജാവ്, ഇവരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ഫ്രഞ്ചുമായിട്ടുള്ള റൈവൽറി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഈസ്റ്റേൺ കോസ്റ്റിൽ ഒരു നേറ്റീവ് ഇൻഫൻട്രിയെ ആൾപ്പട്ടാളം റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു 1750 ഒരു ഫോർമലായിട്ട് മദ്രാസ് റെജിമെൻറ്റ് ഫോം ആകുന്നത്. അന്ന് തഞ്ചാവൂർ സൈഡിലായിരുന്നു ഇവരുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാലജാബാദ് എന്നൊരു സ്ഥലമുണ്ട് കാഞ്ചീപുരത്തിൻ്റെ അടുത്ത്. അവിടെ ഒരു നവാബുണ്ട്, അന്ന് റൂള്. ആ നവാബിൻ്റെ പട്ടാളം അങ്ങ് ബ്രിട്ടീഷേഴ്സിന് കൂടെ ചേർന്നു. അത് 83rd വാലജാബാദ് ലൈറ്റ് ഇൻഫൻട്രി എന്നായിരുന്നു അന്ന് പേര്. പിന്നെ അത് ഫോർ മദ്രാസ് ആയിട്ട് മാറി ഇൻഡിപെൻഡൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക്. സോ നേറ്റീവ് ഇൻഫൻട്രി, വാലജാബാദ് ഇൻഫൻട്രി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ടിപ്പു സുൽത്താനെ ശ്രീരംഗപട്ടണത്തിൽ തോൽപ്പിക്കുന്നത്. അന്ന് സർ തോമസ് മൺട്രോ ആയിരുന്നു കമാൻഡിങ് ഓഫീസർ. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പം ഈ കൊച്ചിൻ മഹാരാജാവ്, ട്രാവൻകൂർ മഹാരാജാവ്, ഈ വാലജാബാദ് ലൈറ്റ് ഇൻഫൻട്രി ഇവരെല്ലാം അങ്ങ് മദ്രാസ് റെജിമെൻ്റ് ആയിട്ട് അമാൽഗമേറ്റ് ആയിട്ട് അതിനകത്തപ്പം 1 ബറ്റാലിയൻ, 2 ബറ്റാലിയൻ, 3 ബറ്റാലിയൻ, 4 ബറ്റാലിയൻ, അങ്ങനെ കുറേ ബറ്റാലിയൻസ് ആയി. അച്ഛൻ ഫോർ മദ്രാസിലോട്ടാണ് പോയത്. ഇന്ന് മദ്രാസ് റെജിമെന്റിൽ 21 ബറ്റാലിയൻസ് ഉണ്ട്. സൈന്യത്തിലേക്കുള്ള അപ്രതീക്ഷിത എൻട്രി, ചെറിയ കാലത്തെ പരിശീലനങ്ങൾ. സനൽകുമാരൻ പിള്ള പിന്നെ ചെന്നെത്തിയത് 2ാം ലോകയുദ്ധത്തിന്റെ ഒത്ത നടുക്കായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായുള്ള ഒരു ബർമ എപ്പിസോഡ്. അന്ന് സെക്കൻഡ് വേൾഡ് വാർ നടക്കുക. ഇന്ത്യൻ ആർമി ബർമയിലുണ്ട്, മദ്രാസ് റെജിമെന്റും ബർമയിലുണ്ട്. അന്ന് ചില ബറ്റാലിയൻസ്, മദ്രാസ് റെജിമെന്റിന്റെ ചില ബറ്റാലിയൻസ് ബർമയിലാണ്. അപ്പോൾ അച്ഛനെ റിക്രൂട്ട് ചെയ്ത് ഇവർ ട്രെയിൻ കയറ്റി മധുക്കരൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അത് മധുക്കരൈ കോയമ്പത്തൂരിൻ്റെ അടുത്താണ്. അവിടെ ഒരു ചെറിയ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട്. അവിടെ 1 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു. ആ ബോൾട്ട് റൈഫിളെല്ലാം കൊടുത്ത് കുറച്ച് ഫയറിങ്ങും കുറച്ച് ഫീൽഡ് ക്രാഫ്റ്റും എല്ലാം പഠിപ്പിച്ചിട്ട് ട്രെയിൻ കയറ്റി ഇവർ നേരെ ബറ്റാലിയനിലോട്ട് അങ്ങ് ജോയിൻ ചെയ്യുക. നേരെ അങ്ങ് അസാം വഴി അങ്ങ് ബർമയിലോട്ട് പോകുക. ബർമയിൽ ചെന്ന് ഫോർ മദ്രാസ് റെജിമെൻറ്റിൽ ചേർന്ന് അങ്ങ് യുദ്ധത്തിലോട്ട് അങ്ങ് പ്രവേശിക്കുക. അന്ന് എത്ര 18 വയസ്സ് കാണും, 17-18 വയസ്സേ ഉള്ളൂ. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ അബ്രാപ്റ്റ്ലി നിന്നു. ഹിരോഷിമയിൽ ബോംബ് വീഴുകയും സെക്കൻഡ് വേൾഡ് വാർ സീസ് ഫയർ ടോട്ടലി ആവുകയും ചെയ്തു. അപ്പം ഇന്ത്യൻ ആർമി ബർമയിൽ നിന്ന് തിരിച്ച് എല്ലാവരും കൂടെ കാൽക്കട്ടയിലോട്ട് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനും കാൽക്കട്ടയിലോട്ട്. 1948 ഒക്ടോബർ 25 സനൽകുമാരൻ പിള്ളയുടെ ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞത് ആ ദിവസമാണ്. മരണത്തെപ്പോലും മറന്ന് വെടിയുണ്ടകൾക്ക് നടുവിൽ നിർഭയനായി നിന്ന് അദ്ദേഹം എഴുതിയത് ധീരതയുടെ പുതിയ ചരിത്രമായിരുന്നു. കാശ്മീരിൽ ഒരു പീർ പഞ്ചാൽ റേഞ്ചസ് എന്നൊരു റേഞ്ച് ഉണ്ട്. പീർ പഞ്ചാൽ 14-15-10000 ഫീറ്റോളം വരും. അത് അത്രയും പൊക്കത്തിലുള്ളതാണ്. ആ പീർ പഞ്ചാൽ താഴെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് വാലി, കാശ്മീർ വാലി. ഈ ഇൻഫിൽട്രേറ്റേഴ്സും പാകിസ്ഥാൻ ആർമിയും 47-ൽ ഒന്ന് ഈ പീർ പഞ്ചാൽ താഴ്വരയിൽ അറ്റാക്ക് ചെയ്തു. രണ്ടാമത് അവർ മല ക്രോസ് ചെയ്ത്, ഈ ഹാജി പീർ പാസ് എന്നൊക്കെ പറഞ്ഞ് ഉറി സൈഡിൽ നിന്ന് മല ക്രോസ് ചെയ്ത് ബാരാമുള്ള വഴി ശ്രീനഗറിലോട്ട് വരാനും പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഒക്ടോബറിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ആർമി അവിടെ ശ്രീനഗറിൽ ലാൻഡ് ചെയ്യുകയും ബാക്കിയുള്ള പട്ടാളം ജമ്മു വഴി. ഇപ്പോൾ 2ആയി. ഒന്ന് ഈ മലയുടെ ഡിവിഷനുള്ളതുകൊണ്ട് ഒരു ഫോഴ്സ് താഴ്വര കാശ്മീർ വാലിക്കകത്തോട്ട് പോയി, വേറൊരു ഫോഴ്സ് ഈ ജമ്മു തൊട്ട് ഈ മല വരെയുള്ള ഡിസ്റ്റൻസ് അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം അച്ഛൻ ഫോർ മദ്രാസുമായിട്ട് പോയത് പീർ പഞ്ചാലിൻ്റെ വെസ്റ്റ് സൈഡിലോട്ടുള്ളത്. അവിടെ വെച്ചാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോഴത്തേക്കും പാകിസ്ഥാനി ഫോഴ്സസ് വന്ന് കുറേ പോസ്റ്റ് അവർ മലകൾ കാർഗിലിൽ സംഭവിച്ച പോലെ കുറേ പോസ്റ്റ് അവർ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2 പോസ്റ്റ് ഉണ്ട്. ഒന്നിൻ്റെ പേര് പീർ കലൈവ എന്നും
അതിൻ്റെ കൂടെ ഉള്ള ഒരു പോസ്റ്റ് ക്യാമൽ ഹംപ് എന്ന് പറഞ്ഞ് 2 പോസ്റ്റാണ്. അതിനെയാണ് ഫോർ മദ്രാസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അന്ന് ഓർഡർ കിട്ടുന്നത്. അച്ഛനന്ന് സിപ്പായി 45 ചേർന്നു, 48 4-5 വർഷത്തെ സർവീസ് ചെയ്തു. മലമുകളിലാണ് പാകിസ്ഥാൻ സൈന്യം, നമ്മുടെ സൈന്യം താഴെയും. ആ മല പിടിക്കണം, ശത്രുക്കളെ തുരത്തിയോടിക്കണം. പക്ഷെ കനത്ത വെടിവെപ്പിനിടെ അത് ഏതാണ്ട് അസാധ്യമായിരുന്നു. പക്ഷേ അസാധ്യമായത് ആ ചെറു സംഘം സാധിച്ചെടുത്തു. ഈ മല കയറണം, ഒരു ഫോർമേഷനിൽ അവർ മല കയറി മുകളിലിരിക്കുന്ന എനിമിയെ ഫയർ ചെയ്ത് കൊന്ന് ആ ഫിസിക്കലി ഗ്രൗണ്ട് ക്യാപ്ചർ ചെയ്യണം. ഇൻഫൻട്രിയുടെ ടാസ്ക് അതാ, ഫിസിക്കലി ഗ്രൗണ്ട് ക്യാപ്ചർ ചെയ്യണം. ആർട്ടിലറിക്കാർ പുറകിൽ നിന്ന് ബോംബിടും, ആർമഡ് കോറുകാർ ടാങ്ക് ഓടിച്ചു പോവും, എനിമി മുകളിൽ പോവും. അങ്ങനെ ഓപ്പറേഷനിൽ ഈ ബേസിക്കലി ഇൻഫൻട്രി, ആർട്ടിലറി, ആർമഡ് കോർ 3 പേരാണ് ഫൈറ്റിംഗ് ഫോഴ്സായിട്ട് നമ്മൾ കണക്കിലെടുക്കും. ഇതെങ്ങനെയാണ് ഓപ്പറേഷൻ്റെ ഒരു ടാക്ടിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം മലയിലിരിക്കുക ഫോഴ്സസ്, അത് ഹൈറ്റാണ്, ഇവരെ താഴെ നിന്ന് കയറി ചെല്ലണം. അന്നത്തെ റേഷ്യോ പട്ടാളത്തിൽ 1:3 എന്നായിരുന്നു ഒരു റഫ് റേഷ്യോ. എന്ന് വെച്ചാൽ 10 പേര് മുകളിലിരിപ്പുണ്ടെങ്കിൽ 30 പേര് പോകണം ഇവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ താഴേന്ന് പട്ടാളം കയറി ചെല്ലണമെങ്കിൽ വൾണറബിൾ ആണ്, കാരണം മറ്റവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് മുകളിലിരിക്കുക. അപ്പോൾ അത് നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് ആർട്ടിലറി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ 10-12 കിലോമീറ്റർ പുറകിലിരിക്കുന്ന ഗൺസും ഇൻഫൻട്രി ബറ്റാലിയനിൽ പാർട്ടായിട്ടുള്ള മോട്ടേഴ്സും കൂടെ ചേർന്ന് ഈ മുകളിലോട്ട് അവർ ഷെല്ലിട്ടുകൊണ്ടിരിക്കും. അത് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കയറും. അപ്പോൾ ഇവർക്ക് ഇൻ്റർഫിയറൻസ് കാണത്തില്ല. കാരണം ബോംബ് വീണുകൊണ്ടിരിക്കുമ്പോൾ അവർ കവറെടുക്കും, അത്രയ്ക്ക് ധൈര്യമായിട്ട്. അപ്പോൾ ആ ബോംബ് ചുറ്റും വീണുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ ഫയർ ചെയ്യത്തില്ല. ആർട്ടിലറി ഗണ്ണ് 10 കിലോമീറ്റർ പുറകിലല്ലേ, അപ്പോൾ അതെങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിലറി OP എന്ന് പറഞ്ഞ്, ഒബ്സർവേഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഓഫീസറും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിഗ്നൽ മാനും ഒരു റേഡിയോ സെറ്റിൻ്റെ ആളും കാണും. അവർ ഈ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ കൂടെ പോകും. ഈ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ കൂടെ മലയിലോട്ട് കയറി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പുറകിലത്തെ ഗണ്ണിനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഷെല്ല് വീഴ്ത്തിച്ചുകൊണ്ടിരിക്കുക, ബോംബ് വീഴ്ത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ലെഫ്റ്റോ റൈറ്റോ മുമ്പിലോ പുറകിലോ പോകുകയാണെങ്കിൽ ഇയാൾ കറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. 100 മീറ്റർ പുറകിൽ 50 മീറ്റർ റൈറ്റിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റ് എനിമി ഫയറിങ്ങിൽ ഡാമേജ് ആയി. അതപ്പം പുറകിൽ നിന്നുള്ള ആർട്ടിലറി ഫയർ വരാതെയായി. അപ്പോൾ ഇവർ വൾണറബിൾ ആയി. അപ്പോൾ അച്ഛൻ അന്ന് ഇൻഫൻട്രി ബറ്റാലിയൻ്റെ കമ്പനിയുടെ സിഗ്നൽ ഓപ്പറേറ്റർ. അപ്പോൾ ഈ സംഭവം വന്നപ്പോഴത്തേക്കും വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ ഈ ആർട്ടിലറിക്കാരുടെ ഫ്രീക്വൻസിയിൽ പോയിട്ട് അച്ഛൻ്റെ സെറ്റ് വെച്ചിട്ട്, അന്ന് ഈ മോസ് കോഡ് എന്ന് പറഞ്ഞൊരു സെറ്റാണ്, ഡിഡ് എന്ന് പറഞ്ഞ് ആണ് മെസ്സേജ് അയക്കുന്നത് ഒരു ഫ്രീക്വൻസിയിൽ. അതൊരു എക്സ്ട്രാ ഓർഡിനറി കഴിവായിരുന്നു. കാരണം ഈ 4 വർഷം മാത്രം സർവീസുള്ള ഒരു സിപ്പായിക്ക് ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ മെസ്സേജ് അയച്ച് ആർട്ടിലറി ഫയർ ഡയറക്റ്റ് ചെയ്യിപ്പിച്ച് അത് കാരണം ഇൻഫൻട്രിക്ക് മുകളിൽ പോയി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്ക് അച്ഛൻ്റെ മുകളിലോട്ട് ഫയർ വരികയാണ്. കാരണം കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതിനകത്ത് ഈ സൈറ്റേഷനകത്ത് ഇരിക്കുന്നു ആ എനിമിയുടെ ഫയർ വന്നിട്ട് അച്ഛൻ്റെ ഹെൽമെറ്റിൽ മുട്ടുന്നു എന്നാണ് പറയുന്നത്, ഹെൽമെറ്റുകളോട്ട് അടിക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും നിൽക്കാതെ അവിടെ പോലും പല പ്രാവശ്യം എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നു. സ്വന്തമായിട്ട് എക്സ്പോസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടത്തി ഈ പട്ടാളത്തിൻ്റെ കൂട്ടത്തിൽ കയറി മുകളിൽ വരെ ചെന്ന് ആ എനിമി ആ പോസ്റ്റിനെ ക്യാപ്ചർ ചെയ്യും. അന്ന് ആ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ഈ പട്ടാളം ആ പോസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അന്ന് ആ ഓപ്പറേഷൻ തന്നെ 8 ജവാൻസ്, നമ്മുടെ 20 പേരോളം വെടി ഏറ്റു, 8 പേര് അവിടെ മരിക്കുകയും ചെയ്തു ഈ ഓപ്പറേഷനിൽ. അപ്പോൾ അതൊരു ബ്രേവ് ഒരു ഡ്യൂട്ടി ബിയോണ്ട് ദ കോൾ ഓഫ് ഡ്യൂട്ടി, ഒരു ഡിവോഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വീർ ചക്രയ്ക്ക് റെക്കമെൻഡ് ആകുന്നത്. ഒരു സിപ്പായിക്ക് വീർ ചക്ര അന്ന് കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ് അത്.
അച്ഛൻ പറയും, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ആളല്ല, അന്ന് പോയ റൂട്ടിൽ ഞാനും എക്സ്പോസ്ഡ് ആയിരിക്കുന്നതായിരുന്നു, ചുറ്റിനും നിറച്ച് ഫയറിങ് വരുന്നുണ്ടായിരുന്നു, ഷെല്ല് വീഴുന്നുണ്ട്, എനിമി ഷെൽ, അപ്പോൾ എനിമിയും ഷെൽ ചെയ്യും. അന്നൊന്നും നിങ്ങളാരും ഉണ്ടായിട്ടില്ല, ആ ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങ് പോയത്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് ഇതൊന്നും നേടിയെടുക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല, അങ്ങനെ പറയുമായിരുന്നു ഡാഡി. ആ ഒരു സിറ്റുവേഷൻ, എനിക്ക് ആ ഒരു അനുഭവം ഡാഡി പറഞ്ഞേ എനിക്കറിയാം. പക്ഷേ ഈ ഒരു ജോഷ് ഉണ്ടല്ലോ ഒരു പട്ടാളത്തിൻ്റെ ഒരു ബറ്റാലിയൻ്റെ പ്രസ്റ്റേജ്, അത് പട്ടാളത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇസ്സത്ത് എന്ന് പറയും, എല്ലാത്തിനും ഉപരി ബറ്റാലിയൻ്റെ ഇസ്സത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ജീവൻ പോയാലും പോയി, കുഴപ്പമില്ല, അങ്ങനെ പോയി. ആ ഓപ്പറേഷൻ മാറ്റിമറിച്ചത് സൈനിക ചരിത്രത്തെ മാത്രമായിരുന്നില്ല, നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടം തന്നെ അത് മാറ്റിമറിച്ചു. യുദ്ധമുന്നണിയും പിന്നണിയും തമ്മിലുള്ള ഗംഭീരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അതിന് ഇടയാക്കിയത്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഫുൾ സ്ഥലത്തും കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ അന്ന് അവർ പിടിച്ചെടുത്തത് കൊണ്ട് ആ ഏരിയ, അല്ലെങ്കിൽ അവരിങ്ങ് പീർ പഞ്ചാൽ വരെ വന്നേനെ. അപ്പോൾ ഇന്ത്യയുടെ മാപ്പേ മാറിപ്പോയേനെ, അന്ന് ഈ ഓപ്പറേഷൻ നടന്നില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ സാക്രിഫൈസും അവരുടെ അന്നത്തെ കഴിവും അന്നത്തെ കറേജും കൊണ്ട് ഇന്ത്യക്ക് ഒരു പോർഷൻ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഇന്ന് നമ്മുടെ കൺട്രോളിൽ ഇപ്പോൾ ഉണ്ട്. ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും എന്ത് വില കൊടുത്തും പൂർത്തിയാക്കുന്ന നിർഭയനായ ഒരു സൈനികൻ. രാജ്യത്തിന് അതായിരുന്നു സനൽകുമാരൻ പിള്ള. എന്നാൽ വീടിനകത്ത് ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹം ആരായിരുന്നു? വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് വളരെ 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 സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാനൊക്കെ നിറച്ച് നല്ല അടി കൊണ്ടാണ് വളർന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അത് കിട്ടും, നല്ല ശിക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ അതർവൈസ് ഒരു ഫാമിലി മാൻ ഓൾസോ. ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അച്ഛനും അമ്മയെ നോക്കുക, എന്നെ നോക്കുക. അങ്ങനല്ല, എല്ലാവരോടും എനിക്കറിയാമല്ലേ, എന്നോടങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല. വളരെ സ്നേഹമായിട്ട് തന്നെ എപ്പോഴും പെരുമാറിക്കൊണ്ടിരുന്നു. മമ്മിയുടെ കൂട്ടത്തിൽ ഞാൻ താമസിച്ചിരുന്നു, ചേട്ടൻ ഡാഡിയുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഡാഡി ലീവിൽ വരുന്ന സമയത്ത് ആ ഒരു സമയമാണ് ഞങ്ങളുടെ ഏറ്റവും വളരെ എൻജോയ്ഫുൾ ആയിട്ടുള്ള. കാരണം ഡാഡി എന്ത് പറഞ്ഞാലും ചെയ്തു തരുമായിരുന്നു. എന്ത് കാര്യം ചോദിച്ചാലും ശരി, ആസ് എ ഫാദർ ഡാഡി ഒത്തിരി ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഭയങ്കര അഫെക്ഷനേറ്റ് ആയിരുന്നു. അത് എല്ലാവരും പറയും ഞാൻ ഡാഡിയെ പോലെ ഇരിക്കുന്നതെന്നുള്ള ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഡാഡിക്ക് ഒരു എന്താ പറയേണ്ടത്, അതുപോലെ ഒരു ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഭയങ്കര അഫെക്ഷനേറ്റ് ആയിരുന്നു. വീണ്ടും എത്തി സംഘർഷങ്ങൾ, യുദ്ധഭൂമികൾ. രാജ്യത്തിന്റെ പല അതിർത്തികളിലും അദ്ദേഹം എത്തി. വിദേശത്തേക്കും നീണ്ടു ആ ധീരത. 62 ഇന്ത്യൻ ആർമിയുടെ ഒരു കണ്ടിജന്റ് കോങ്കോയ്ക്ക് പോയി, പീസ് കീപ്പിംഗ് ഫോഴ്സ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫോർ മദ്രാസ് പോയതിൻ്റെ കൂട്ടത്തിൽ അച്ഛനും കോങ്കോയിലുണ്ടായിരുന്നു. അത് 2 years പ്ലസിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് അച്ഛൻ നായബ് സുബേദാറായി, ഇന്ന് JCO ആയി. ഒരു ലുഫേറ ബ്രിഡ്ജ് എന്നും പറഞ്ഞൊരു ബ്രിഡ്ജ് മറ്റവർ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഫോർ മദ്രാസിൻ്റെ ബറ്റാലിയൻ അവിടെ ചെന്നിട്ട് ആ ബ്രിഡ്ജിനെ ഡിസ്ട്രോയ് ചെയ്തു, എന്നിട്ട് എനിമിയെ ക്രോസ് ചെയ്യാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്തു. അതൊരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ആ സ്റ്റോറി പറഞ്ഞു കേട്ടിട്ടുണ്ട്. 65 ഓപ്പറേഷനിൽ ഈ ഫോർ മദ്രാസ് പഞ്ചാബ് ബോർഡറിലായിരുന്നു. അവിടെ ഈ സിയാൽകോട്ട് ബൾജ് എന്ന ഒരു സ്ഥലമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ മാപ്പ് നോക്കുമ്പോഴത്തേക്കും ഈ ഗുജറാത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇന്ത്യക്ക് അകത്തോട്ട് പഞ്ചാബിൽ ഒരു ചെറിയ ഒരു കുനിവ് മുകളിലോട്ട് ഇങ്ങനെയുണ്ട് പഞ്ചാബ് സൈഡിൽ. അതാ സിയാൽകോട്ട് ബൾജ് എന്ന് പറയുന്നത്. അവിടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. ആ ടൗണിനെ ഫോർ മദ്രാസ് ക്യാപ്ചർ ചെയ്തു. അതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അതിന് ഫോർ മദ്രാസിന് ബാറ്റിൽ ഓണറും കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്ന് ബാറ്റിൽ ഓണറും കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. ആ ഓപ്പറേഷനിൽ ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ മരിച്ചുപോയി. അങ്ങനെ ഒരു ലെഫ്റ്റനന്റ് കേണൽ മെഹ്ത എന്ന് പറഞ്ഞ ഒരു ഓഫീസറായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ഓപ്പറേഷനായിരുന്നു. ആ മഹാരാഷ്ട്രയെ ക്യാപ്ചർ ചെയ്ത ഒരു മേജർ ബാറ്റിലാണ്. ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്ററിയിലെ ഒരു മേജർ ബാറ്റിലായിട്ട് കൂട്ടാൻ പറ്റും. അതിന് എൻ്റെ പാർട്ടായിട്ട് അച്ഛൻ പോയിട്ടുണ്ട്. 71 വാറിൽ ബാംഗ്ലാദേശിൽ. ആ സമയവും അച്ഛൻ പാർട്ട് ഓഫ് ഫോർ മദ്രാസ് തന്നെയാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ ലിബറേഷനിൽ ഫോർ മദ്രാസ് ഒരു മേജർ പാർട്ട് അവിടെ ബോഗ്ര എന്നും പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ഫോർ മദ്രാസ് ഓപ്പറേറ്റ് ചെയ്തത്. വളരെ സ്ട്രിക്റ്റ് ആയ ഒരാളായിരുന്നു അദ്ദേഹം പട്ടാളത്തിൽ.
എന്നാൽ വീട്ടിലെത്തിയാൽ വേറൊരാളാണ്. മക്കളോടൊപ്പം കളിക്കുന്ന, തമാശ പറയുന്ന, പാട്ട് പാടുന്ന ഒരാളാണ് മക്കളുടെ ഓർമ്മകളിലുള്ളത്. ഡാഡിക്ക് പാട്ട് ഇഷ്ടമായിരുന്നു. ഡാഡി ലീവിൽ വരുന്ന സമയത്ത് ഓണം ഒക്കെ ഓണത്തിനൊക്കെ വരുമല്ലോ. അപ്പം ഡാഡിയുടെ ഡാഡിയുടെ സിസ്റ്ററും മക്കളും ഒക്കെ ആലപ്പുഴയിലുണ്ട്. അപ്പം അവർ ഓണത്തിന് ഇങ്ങെത്തും. അപ്പം ഡാഡിയുടെ അതൊരു മെയിൻ ഹോബിയായിരുന്നു. ഊണെല്ലാവരും ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ റൂമിൽ ഞങ്ങൾ എല്ലാവരും ആവും. എല്ലാവരെ കൊണ്ടും പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അത് പണ്ട് കരിമുകിൽ കാട്ടിലെ എന്നൊക്കെയുള്ള പാട്ട് ഡാഡി, അത് ചിലപ്പം അതിങ്ങനെ ഈണമൊക്കെ വേറെ ഈണത്തിലൊക്കെ പാടുമ്പോൾ ഞാൻ ചിലപ്പോൾ ഡാഡി ഇങ്ങനെ അല്ല എന്ന് പറയും. അപ്പം കരിമുക അങ്ങനെ ആ ഒരു ഇതിൽ വരും ഡാഡി. പക്ഷെ എന്നാലും കൂട്ടത്തിൽ കൂടുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി ഡാഡിയുടെ ഒരു പാട്ട് കാണും, മമ്മിയെ വിളിച്ചിരുത്തി പാടിപ്പിക്കും. എനിക്കും വലിയ പാട്ടൊന്നുമില്ല, പിന്നെ ഇവന് പറയുമ്പോൾ നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും എന്നുള്ളതാതെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഡാൻസും ഒക്കെ കളിക്കാൻ ഡാഡി അങ്ങനെ ഒരു അത്ര സ്ട്രിക്റ്റാന്ന് പറഞ്ഞാലും ഡാഡിയുടെ ആ ഒരു പട്ടാള ലൈഫ് വേറെ, പക്ഷെ വീട്ടിൽ ഭയങ്കര ഹോംലി ആയിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ യുദ്ധത്തിന് പോകുമ്പോൾ വീട്ടിലിരിക്കുന്നവർ അനുഭവിക്കുന്നത് എന്തൊക്കെയാകും? ഉറ്റവരെ വീട്ടിലിരുത്തി മരണത്തിനും ജീവിതത്തിനും ഇടയിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ വീരയോദ്ധാക്കൾ അനുഭവിക്കുന്നത് എന്തായിരിക്കും? ദൈവമേ എന്ന് വിളിക്കൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും, കുഴപ്പമൊന്നും വരരുത്, സന്തോഷമായിട്ട് തിരിച്ചു വരണേ. ഞാനും പട്ടാളത്തിൽ 10-34 വർഷം സർവീസ് ചെയ്തിട്ടുണ്ട്. പല ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് മനസ്സിനകത്ത് ഒരു ചിന്തയും വരത്തില്ല. ആ ഒബ്ജക്റ്റീവ് അത് ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അപ്പം മറക്കും മനുഷ്യൻ. ആ ഒരു കൂട്ടത്തിലും ആൾക്കാരുണ്ട്, നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ കാണും ആരെങ്കിലും പോകുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊരു ശക്തിയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു മോട്ടിവേഷനാണ്. അത് ബറ്റാലിയന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു അപ്പം അതിനകത്ത് വേറെ ഒന്നും ചിന്ത മനസ്സിൽ വരത്തില്ല. നല്ല ഭാരമുള്ള ഒരു റേഡിയോ സെറ്റ് തോളിൽ, ഒരു കയ്യിൽ തോക്ക്, ഇരമ്പി എത്തുന്ന വെടിയുണ്ടകൾക്ക് നടുവിൽ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കുന്ന സിഗ്നൽമാൻ്റെ ജോലി ഒട്ടും എളുപ്പമല്ല. സനൽകുമാരൻ പിള്ള ഒരിക്കൽ മാത്രമാണ് ആ ജോലി ചെയ്തത്. അന്ന് അദ്ദേഹം വീരചരിത്രം എഴുതുകയും ചെയ്തു. അതിനുശേഷം പ്രൊമോഷനായി തിരിച്ചു വന്നു, പ്ലട്ടൂൺ സെക്ഷനിൽ വന്നു, സെക്ഷൻ കമാൻഡറായി. അതിനുശേഷം പിന്നെ പ്ലട്ടൂൺ കമാൻഡറായി. പ്ലട്ടൂൺ കമാൻഡർ സുബേദറായിട്ട്. പിന്നെ അച്ഛന് ഒരു ഇൻസ്ട്രക്ഷണൽ കേപ്പബിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് കാരണം ഇൻഫൻട്രി സ്കൂളുണ്ട് മൗവിൽ, ഒരു ട്രെയിനിങ് ഏരിയ മൗ മധ്യപ്രദേശിൽ. ഈ ജവാന്മാർ കോഴ്സസിന് പോകുമല്ലോ, ഓരോ കോഴ്സസിന് പോകുമ്പോഴത്തേക്ക് അവിടെ പ്ലട്ടൂൺ കമാൻഡേഴ്സ് കോഴ്സിൽ PC കോഴ്സ് എന്ന് പറയും, അതിൽ ഇൻസ്ട്രക്ടറായിട്ട് അച്ഛൻ 2 വർഷം അവിടെ ഇരുന്നിട്ടുണ്ട്. അത് നല്ല ഞാൻ ആദ്യമായിട്ട് അമ്മയൊക്കെ പോയി താമസിക്കുന്നു അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് കാണുന്നത്, ഒരു പട്ടാള ലൈഫ് കാണുന്നത്. എനിക്ക് എത്ര 4 വയസ്സോ 5 വയസ്സോ കാണും. സുബേദാർ മേജർ ആയപ്പോഴത്തേക്കും ഈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഉണ്ട് ഇപ്പം ചെന്നൈയിൽ. അന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂളായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സുബേദാർ മേജറായിട്ട് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് അച്ഛൻ്റെ അവിടെയായിരുന്നു. അത് 5 വർഷത്തോളം ഉണ്ടായിരുന്നു അവിടെ. ഇത് നല്ല അപ്പോയിൻമെൻറ്റ്, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനായിരുന്നു. അവിടെ നിന്നാണ് റിട്ടയർ ആയത്. യുദ്ധവും സംഘർഷങ്ങളും നിറഞ്ഞ സൈനിക ജീവിതത്തിന് ഒടുവിൽ വിരാമമായി. ഇരമ്പുന്ന ഓർമ്മകൾ ചരിത്രത്തിന് നൽകി സനൽകുമാരൻ പിള്ള സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. ഇവിടുത്തെ കരയോഗ പ്രസിഡൻ്റായിട്ട് രണ്ട് കടുവ ജോലിയിൽ, റോഡ് നന്നാക്കാനും പാലം പണിയുന്നതിനകത്തും ഒക്കെ നല്ലതായിട്ട് സഹകരിച്ചിട്ട് ഇവിടെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഞാൻ ഓഫീസറായിട്ട് പട്ടാളത്തിൽ ചേരുമ്പോഴും അച്ഛൻ യൂണിറ്റി കണ്ടിട്ടുണ്ട്. അപ്പോഴെനിക്ക് കാണാം അച്ഛൻ്റെ കൂടെ സർവീസ് ചെയ്തിരുന്ന ആൾക്കാരും അച്ഛനെ പറ്റി കേട്ടിരിക്കുന്ന ആൾക്കാരും എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതും. അച്ഛൻ്റെ കെയർ ഓഫിൽ കുറേ റെസ്പെക്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഹി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ റെജിമെൻറ്റ്. ഇപ്പോഴും അവിടെ റെജിമെൻ്റൽ ട്രെയിനിങ് സെൻറ്ററിനകത്ത് അച്ഛൻ്റെ ഫോട്ടോയും അച്ഛൻ്റെ പേരിൽ ഒരു ഹാള് തന്നെയുണ്ട്, പിള്ളൈ ഹാൾ എന്നാണ് അതിൻ്റെ പേര്. ഹി ഈസ് പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ റെജിമെൻറ്റ്.
അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. ആദ്യം ചെറിയ അസ്വസ്ഥതകൾ. അദ്ദേഹം അത് വകവച്ചില്ല. പതുക്കെ കാര്യങ്ങൾ മാറിത്തുടങ്ങി. എവിടെയും തോൽക്കാത്ത ആ ഉരുക്ക് ശരീരം പതിയെ രോഗത്തിന് കീഴടങ്ങി. 1816 ഡേയിലാണ് ഡാഡി മരിക്കുന്നത്. ലങ്സിന് ഫെയിലിയർ ആയതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ രാത്രി സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ, നീ എന്തിനാ വരുന്നതെന്ന് എൻ്റെ അടുക്ക് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അമ്മ പറഞ്ഞു ഇല്ല, എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്, ഡോക്ടർ പറഞ്ഞു എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ രാവിലെ ഫ്ലൈറ്റ് പിടിച്ച് വന്ന് അവിടുന്ന് ടാക്സി പിടിച്ച് പകുതി വഴി വരുമ്പോഴത്തേക്കും ഡാഡി മരിച്ചുപോയെന്നുള്ള വിവരമാണ് കിട്ടുന്നത്. തലേദിവസം വൈകിട്ട് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പം പറഞ്ഞു, മക്കളെ തീരെ വയ്യ, എനിക്കൊരു ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഡാഡി ഒന്നും പേടിക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ട് ഡാഡി കിടന്നു ഉറങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റത്തില്ല, ഞങ്ങൾ വരാ ഡാഡി എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഡാഡി അങ്ങ് ഉറങ്ങി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. മലന്നിങ്ങനെ കിടക്കുന്നുണ്ട്, കണ്ണാടി മുഖത്തിരിപ്പുണ്ട്, പേപ്പർ നെഞ്ചത്തിരിപ്പുണ്ട്. ഒരു വാതരയൊക്കെ ആയപ്പോഴത്തേക്കും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. മൂക്കിൽ ട്യൂബ് ഇടുകൊണ്ട് ചെയ്തു. അപ്പോഴത്തേക്കും ബഹളം വെച്ചു. അപ്പോൾ എന്നെ വിളിച്ചു, സതിയേ എന്ന് വിളിച്ചു. ഈ മൂക്കിൽ വെച്ചിരിക്കുന്ന അങ്ങ് എടുത്ത് ഇതങ്ങ് എടുത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ആശുപത്രി മുഴുവൻ കേൾക്കത്തക്കൊണ്ട് ഒച്ചത്തിലാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ പിന്നെ പറഞ്ഞു, വീട്ടിലാരും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഇരിക്കട്ടെ. ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതങ്ങ് എടുത്ത് കളഞ്ഞേര് എന്നും പറഞ്ഞ് മൂക്കിൽ നിന്ന് ട്യൂബ് എടുത്ത് കടത്തിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അങ്ങ് അടയ്ക്കുകയായിരുന്നു. വളരെ ഇമ്മാക്കുലേറ്റ് ആയിട്ടൊരു സോൾജറിനെയാണ് ഞാൻ ഓർക്കുന്നത്. പുള്ളി നല്ല സ്ട്രോങ് ആയിരുന്നു, ഫിസിക്കലി വെരി അജൈൽ ആൻഡ് വെരി ഫിറ്റ് ആയിരുന്നു. ആ യൂണിഫോമിൻ്റെ ഒരു പെർഫെക്ഷൻ, സ്റ്റാർച്ചിട്ട് തേച്ച് വടിച്ചുള്ള ഡ്രസ്സും യൂണിഫോമും നല്ല ഷൈൻ ചെയ്ത മെറ്റൽസും ബെൽറ്റും ഷൂസും ഒക്കെ ഒരു പെർഫെക്റ്റ് സോൾജറിൻ്റെ ഒരു രൂപമാണ് അച്ഛനെ പറ്റി എനിക്കൊരു മോട്ടിവേഷനായിരുന്നു അച്ഛൻ. വളരെയധികം മോട്ടിവേഷനായിരുന്നു. എനിക്ക് പട്ടാളത്തിലോട്ട് ചേരാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ അച്ഛൻ തന്നെയായിരുന്നു. സനൽകുമാരൻ പിള്ള ഒരു പേര് മാത്രമാണ്. മറ്റനേകം വീരയോദ്ധാക്കളെയും കേരളം രാഷ്ട്രത്തിന് നൽകിയിട്ടുണ്ട്. സൈനിക ബാരക്കുകളിൽ പകലന്തിയോളം കഴിഞ്ഞവർ, രാജ്യത്തിനു വേണ്ടി ചോരയും നീരും നൽകിയവർ, യുദ്ധഭൂമികളിൽ മിന്നൽ പിണറായവർ, അവരെയൊക്കെ ഓർമ്മിക്കേണ്ട നേരമാണിത്. നമ്മൾ എങ്ങനെ നമ്മളായെന്ന് നമ്മളെങ്കിലും തിരിച്ചറിയേണ്ടതല്ലേ?